Hi friends, welcome back to our channel Salt and Pepper. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് കാണാം. ഇതിന് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് മിക്സ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സിൽ ഒരു ഐറ്റം ആയിട്ടായാലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. കാരണം അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഓട്സ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ബനാന. നിങ്ങൾ എടുക്കാൻ പോകുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ ബനാന എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് സാധാരണ അപ്പോഴത്തേക്ക് മാത്രം ഉപയോഗിക്കാനുള്ളത് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് ഓട്സ്, നമ്മുടെ കടകളിൽ കിട്ടുന്ന ഓട്സ് കണ്ടോ, നല്ല പരല് പോലിരിക്കുന്ന ഓട്സിനെയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഞാൻ ഇച്ചിരി സിനമൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സിനമൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഇതിലേക്ക് കേട്ടോ. നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടി എന്തും ചേർക്കാം. ഞാനിപ്പം കണ്ടോ റൈസിൻസ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയിൽ സുൽത്താനാസ് എന്ത് വെള്ളം ചേർക്കാം. നട്ട്സ് ചേർക്കണമെങ്കിൽ നട്ട്സ് ചേർക്കാം. ഇഷ്ടമനുസരിച്ച് എന്തും ചേർക്കാം. നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബനാന മധുരവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ചോക്ലേറ്റ്സ് ഫ്ലേക്സ് ചേർക്കണമെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാം. നട്ട്സോ ഇനി ഹണി ചേർക്കണമെങ്കിൽ മധുരത്തിന് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം ഇതിലേക്ക് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടി മാത്രം ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. നമ്മൾ ഇത്രയും ആക്കിയതിന് ശേഷം നമ്മളിതിനെ ഒന്ന് ഉണ്ട പോലെ ഉരുട്ടിയെടുക്കുക. ഓരോരോ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കൺസിസ്റ്റൻസി നിങ്ങൾ ഓർത്തോണം. ഇതുപോലെ എടുത്താൽ മതിയായിരിക്കും. നമുക്കിതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു ചെറിയ നിങ്ങളുടെ ഇഷ്ടമുള്ള വലുപ്പത്തിന് നിങ്ങൾ എടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കാൻ പോയതിനെ കണ്ടോ. അത് നിങ്ങൾക്ക് സ്പൂണിനകത്ത് എടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുക്കുക. ഓക്കെ, കണ്ടോ. നമുക്കിങ്ങനെ പാത്രത്തിലേക്ക് വെക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഇതിനെ മുഴുവനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, എത്ര ഭംഗിയിലാണ് നമുക്ക് ഇതിനെ കിട്ടിയേക്കുന്നത്. നിങ്ങൾ കണ്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നിങ്ങൾ മൈക്രോവേവിലേക്ക് വെക്കുക. ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിനെടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. തണുത്തിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെ ചെറു ചൂടോടുകൂടി നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് മിച്ചം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും 3 ദിവസത്തിനുള്ളിൽ ഇത് കഴിച്ചു തീർക്കുക. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെക്കുവാനും, പിള്ളേർക്ക് ഇതുപോലൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല, ഓട്സ് കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത പിള്ളേർക്ക് അവരെ പറ്റിക്കാവുന്ന ഒരു പരിപാടി കൂടെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.